സ്വാഗതം. നമ്മളെ അണ്ണൻ്റെ കൂട്ടത്തിൽ അണ്ണൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അണ്ണൻ്റെ വീട്ടിൽ ഇപ്പോൾ നേരെ മുടി വെട്ടാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേര് ഞങ്ങളുടെ വീഡിയോ മുടി വെട്ടാൻ വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളോട് കുറേ പേര് പറഞ്ഞ് മുടി വെട്ടണമെന്ന്. അത് സാധിച്ചില്ല. കാരണം നല്ല സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക്. ഇപ്പോഴാണ് ഒരു സാഹചര്യം വന്നത്. അവിടെ മുടി മൊട്ടയടിച്ച് കളയാൻ പോവാം. മുടിയിൽ വെക്കണില്ല. കാരണം മുടി വെച്ചിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. കാരണം പനിയും കാരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് ഇനിയും മൊട്ടയടിക്കുന്നു. ഇനി അണ്ണൻ്റെ പിന്നെ ഊര് കുറച്ച് കഴിഞ്ഞ് ഒരു കടയുണ്ടെന്നാണ് പറഞ്ഞത്. ആ കടയിൽ പോയിട്ട് ഇനി മുടി വെട്ടാം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിക്കണം. അങ്ങനെയൊക്കെ പോകുന്നു. തമിഴ്നാട് എന്തുകൊണ്ടും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കേരളം പോലൊക്കെ തന്നെയാണ് തമിഴ്നാട്. ഒരു പ്രത്യേക ഗ്രാമീണ ഭംഗിയൊക്കെയാണ്. ആ വണ്ടിയിൽ നമ്മളിപ്പം കണ്ട 2-3 കുടങ്ങളില്ലേ, ആ കുടം ഈ ഒരു ചേച്ചി തള്ളിക്കൊണ്ട് വരുന്ന ഈ കുടം വീണ്ടും ഇവിടെ ഒരു ചേട്ടൻ വീണ്ടും തള്ളിക്കൊണ്ട് വരുന്നുണ്ട് കുടം. ഇതൊക്കെ ഈ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ഉപയോഗിക്കണം. വെള്ളം വേറെ സ്ഥലത്തു നിന്ന് നല്ല ശുദ്ധമായ വെള്ളം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ്. കണ്ടോണ്ടിരിക്കുന്ന അണ്ണൻ്റെ കൂട്ടുകാര് അവര് നമ്മുടെ വീട്ടിൽ വന്നാണ്. അണ്ണൻ പറഞ്ഞിട്ട് വന്നാണ്. അതിഥികളൊക്കെ ഭയങ്കര സ്നേഹമുണ്ടോ. നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക സ്നേഹ കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെ ഒരു ഇതൊന്നും അല്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ട് അപ്പുറമാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കർണാടകയിലെ പശുവിനെ അടിച്ചിട്ടുണ്ട് ആൾക്കാരുടെ തല്ലു. അപ്പം നമ്മളിപ്പോൾ ഒരു തമിഴ്നാട്ടിൽ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഗ്രാമമല്ല ഒരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. നമ്മുടെ ആ നാടിൻ്റെ അതേ ഒരു സെയിം പശ്ചാത്തലം തന്നെയാണ്. അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. പശുക്കൾ അത് ഇഷ്ടംപോലെ പശുക്കളുണ്ടാവും റോഡിൽ. അടിപൊളി പ്ലേസാണ്. ഇതാണ് ഇതിൻ്റെ പേരിനാണ് തീലക്കര. അപ്പം നമ്മളിപ്പോൾ തീലക്കര എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പട്ടണത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. അതിമനോഹരമായ ഒരു ഏരിയ. ഒരു നാട്ടിൻപുറത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു ചെറിയൊരു നഗരത്തിലേക്ക് കയറുന്നൊരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇഷ്ടംപോലെ പള്ളികളും അമ്പലങ്ങളും കോവിലുകളും ഉള്ള ഒരു അതിമനോഹരമായ സ്ഥലം. അന്ന് അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തമിഴ്നാട്ടിലൊരു എന്ന് വെച്ചാൽ കരണ്ട് ഇടയ്ക്ക് ഇവിടെ പവർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇതായിട്ട് വലുതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അത് നമ്മുടെ കേരളത്തിലുള്ളത് തന്നെയാണ്. ഇപ്പം തന്നെ നമ്മളൊരു 2-3 കടകളിൽ ചെന്നു. പക്ഷെ ഇവിടെ കരണ്ടില്ല. അപ്പോൾ നമ്മൾ കരണ്ടുള്ളൊരു കട അന്വേഷിച്ച് നടക്കുകയാണ്. മുടി വെട്ടാൻ കണ്ടോ മൊത്തം തീരുമാനമായി കിടക്കുകയാണ്. ഇനി എല്ലാം സെറ്റപ്പാക്കി എടുക്കണം, അടിപൊളിയാക്കണം. അപ്പം ഇതാ വരുന്ന അണ്ണൻ്റെ കൂട്ടുകാർ ഇതാ ബേക്കിൽ തന്നെ ഉണ്ട്. ഇതാ വേറെ ഏതാ വഴിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അടിപൊളി. അണ്ണനപ്പം പറഞ്ഞ് ഇവിടുന്ന് കടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലെത്തി. നമുക്കിവിടെ നോക്കാം. അടിപൊളി ഏരിയ ഉണ്ട്. കടൽ തീരം കാര്യങ്ങളൊക്കെ.
അണ്ണൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ അടിപൊളി ഏരിയ വന്നു കഴിഞ്ഞപ്പം ഇത്ര നല്ല സ്ഥലമാണ്. അടിപൊളി ഏരിയ കേട്ടോ, നല്ല സൂപ്പർ. കടലിൻ്റെ സൈഡിൽ കടൽപ്പാലം, നമ്മുടെ തലശ്ശേരി കടൽപ്പാലത്തിനൊക്കെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ആ ഒരു ഇതേപോലെ ഫ്രണ്ടിലേക്ക് നടന്നു വരുന്നു, ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട്. അന്ന് നമ്മൾ ഇത്ര നല്ല കാഴ്ചകൾ കാണിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. കാരണം അന്ന് മുടി സ്ഥലം വരെ പോകാന്ന് പറഞ്ഞ് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അടിപൊളി, ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര നല്ല സ്ഥലമാണ്. അന്ന് മുടി വെട്ടാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ പിന്നെ തന്നെ കടൽപ്പാലം പോകാമെന്ന് പറഞ്ഞ് പോന്നു. അടിപൊളി ഏരിയ എന്തായാലും. അപ്പം മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കണു. ഏതാനും നിമിഷങ്ങൾക്കും ഉള്ള മുടി മുട്ടയാവും. മുടി വെട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അണ്ണന്റെ വീട്ടിലുള്ള നമ്മൾ മുടി വെട്ടിയിട്ട് നേരെ അണ്ണന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അണ്ണന്റെ വീട്ടിൽ അണ്ണന്റെ അമ്മ നമുക്ക് വേണ്ടി ദോശയും ചട്നിയും ഇതുണ്ടാവും. ദോശയും പിന്നെ അതുപോലെ ചട്നിയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കഴിച്ചു. ലിവിൻ കഴിച്ചു കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് അണ്ണന് വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ എഡിറ്റ് ചെയ്തിട്ടണം പിന്നെ അത് അപ്ലോഡ് ചെയ്യാം. അമ്മ തന്നെ നമുക്ക് ഇന്ന സാപ്പാടെല്ലാം ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ അമ്മ താന ഇത് താന നമ്മുടെ അണ്ണൻ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തു. അണ്ണൻ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അമ്മ നമുക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മുടിയൊക്കെ വെട്ടി റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ശരി എന്നാൽ.